അല്ലാഹു പറയാൻ അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അലാ നിങ്ങൾ അറിയണം, ഇന്ന ഔലിയാ അല്ലാഹ് നിശ്ചയം അല്ലാഹുവിന്റെ വലിയുകൾ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അവർക്ക് പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ അവർ വിശ്വാസമുള്ളവരും തഖ്വയുള്ളവരുമാണ്. ഔലിയാക്കളുടെ രണ്ട് ക്വാളിറ്റികളായിട്ട് പറഞ്ഞത് എന്താണ്? ഒന്ന് ഈമാനുള്ളവരാണ്, രണ്ട് തഖ്വയുള്ളവരാണ്, സൂക്ഷ്മതയുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, ഈമാനുള്ളവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താണ്? തഖ്വയുള്ളവരെ കുറിച്ച് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താണ്? അല്ലാഹു പറയുന്നു, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാഹ് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. മൂന്ന് ക്വാളിറ്റികളാണ് പറഞ്ഞത്. ഒരാൾ മുത്തഖിയാണെങ്കിൽ, അയാൾക്ക് തഖ്വയുണ്ടെങ്കിൽ, ഒന്നാമത് അയാൾ എന്ത് ചെയ്യും? ഗൈബിൽ വിശ്വസിക്കും, അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കും. സ്വർഗത്തിലും നരകത്തിലും അന്ത്യനാളിലുമെല്ലാം കൃത്യമായ വിശ്വാസം അയാൾക്ക് ഉണ്ടാവും. രണ്ടാമത് എന്താണ്? വയുഖീമൂന സ്വലാഹ് നിസ്കാരം അയാൾ കൃത്യമായി നിർവഹിക്കും. നിസ്കാരം നിർവഹിക്കാത്ത ഒരുത്തനെ കണ്ടാൽ ഓൻ അല്ലാഹുവിന്റെ വലിയല്ല, അല്ലാഹുവിന്റെ അദുവാണ്. കൃത്യമായിട്ട് മനസ്സിലായിക്കോ. ഫർള് നിസ്കാരത്തിന്റെ സമയത്ത് നിസ്കരിക്കാതെ നടക്കുന്ന ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ അവന് വലിയായി കണക്കൂട്ടണ്ട. അവൻ ഏത് വലിയ ദറജയിൽ എത്തിപ്പെട്ടാൽ, അള്ളാന്റെ റസൂലിനേക്കാൾ വലിയ ദറജയൊന്നും ഇല്ലല്ലോ കൂട്ടരെ ഒരാൾക്കും ദുനിയാവിൽ ഉണ്ടോ? അള്ളാഹുവിന്റെ റസൂല് നേടിയെടുത്തതിനേക്കാൾ വലിയ ദറജ നേടിയെടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ 2 ആഴ്ച ചുട്ടുപൊള്ളുന്ന പനിയിലാണ് ജീവിച്ചത്. ആ സമയത്ത് പോലും താൻ മരിക്കുന്ന റബിയുൽ അവൽ 12 തിങ്കളാഴ്ച ഹിജ്റ 11-ാമത്തെ വർഷത്തിന്റെ തൊട്ടു മുമ്പുള്ള വ്യാഴാഴ്ച ദിവസം ഇശാ നമസ്കാരത്തിന് അള്ളാന്റെ റസൂല് പോകാൻ ശ്രമിച്ചത് ചരിത്രം നമുക്ക് പറഞ്ഞിരുന്നു. വുളു എടുക്കുക, ബോധം കെടുക, വീണ്ടും വുളു എടുക്കുക, വീണ്ടും ബോധം കെടുക, വീണ്ടും വുളു എടുക്കുക, വീണ്ടും ബോധം കെടുക. എന്നിട്ടാണ് പറയുന്നത് മുറു അബാ ബക്കർ ബിസ്വലാഹ് അബൂബക്കറിനോട് നിസ്കരിക്കാൻ പറയുന്ന പ്രവാചകൻ. എന്നിട്ടാണ് പറയുന്നത് അതിന്റെ തൊട്ടു മുമ്പുള്ള വഖത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളത്ത് കൈവച്ചിട്ട് കാല് നിലത്ത് തട്ടാത്ത രീതിയിൽ തൂങ്ങി പിടിച്ചിട്ടാണ് പ്രവാചകൻ മിഹ്റാബ് വരെ പോയത്. ഇത്രയും വലിയ ദറജയിലെത്തിയിട്ടും അല്ലാഹുവിന്റെ റസൂൽ ഒരു വഖ്ത് നിസ്കാരം പോലും ഒഴിവാക്കിയിട്ടില്ല. എന്നാലോ നമ്മുടെ ഇന്ന് നാട്ടിലുള്ള ആളുകൾ നിസ്കരിക്കുന്ന സമയത്ത് അങ്ങാടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എന്നിട്ട് നിസ്കരിക്കണില്ല എന്ന് ചോദിച്ചാൽ കയ്യിൽ ഇങ്ങനെ സ്ക്രീന് കാണിച്ചു കൊടുക്കുക, മക്കത്ത് നിസ്കരിക്കുന്നത് കാണിച്ചു കൊടുക്കുക. ഇവരെ ഔലിയാക്കളാണ്, ഇവരെയാണോ വലിയ എന്ന് പറയുക? തഖ്വയുടെ രണ്ടാമത്തെ അടയാളമായി അല്ലാഹു പറഞ്ഞ ഈ പറയുന്ന യുഖീമൂന സ്വലാ നിസ്കാരം, ഇഖാമത്തു സ്വലാ നിസ്കാരം നിലനിർത്തുന്ന സ്വഭാവം ഇത് ഇവർക്കില്ല. ഇനി വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ അല്ലാഹു കൊടുത്ത സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നതോ? പല വലിയുകളുടെയും കറാമത്തുകളായി പറയുന്നത് അവർ ഹോട്ടലിൽ ചായ കുടിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് ഇറങ്ങിപ്പോകുന്നവരാണെന്ന്. ഹോട്ടലിൽ ചായ കുടിച്ചിട്ട് സ്വന്തം റിസ്ക്കിന്ന് ചെലവഴിക്കല്ല, മറിച്ച് ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചിട്ട് അവന്റെ ഹക്ക് കൊടുക്കാതെ പുറത്തേക്ക് ഇറങ്ങി, എന്നിട്ട് ആ പൈസക്ക് ചോദിക്കുമ്പോൾ ശപിക്കുക. ഇവരെല്ലാം ഔലിയാക്കൾ. പ്രിയപ്പെട്ടവരെ, ഈമാനിന്റെ അടയാളമായി ഷർത്തായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് തഹൂറു ശത്റുൽ ഈമാൻ. ചെറിയ കുട്ടിയൊക്കെ അറിയുന്ന ഹദീസാണ്. എന്നാലോ കുളിക്കാതെ നനക്കാതെ മുടിയൊക്കെ ഇങ്ങനെ ജട കെട്ടിക്കിട്ട് താടിയൊക്കെ ഇങ്ങനെ ജട കെട്ടി വസ്ത്രം ഇടാതെ ഇങ്ങനെ നടക്കുന്ന ആളുകളാണ് ഇന്ന് വലിയ. അങ്ങനെയുള്ള ആളുകളെ വലിയ എന്ന് പറയില്ല. ഔലിയാക്കൾ എന്നാൽ യാഥാർത്ഥ്യമാണ്. എന്നാൽ ഔലിയാക്കൾ എന്നാ പറഞ്ഞാൽ കുളിക്കാത്തവരല്ല പ്രിയപ്പെട്ടവരെ, നനക്കാത്തവരല്ല, നിസ്കരിക്കാത്തവരല്ല, ദാനം കൊടുക്കാത്തവരല്ല, ആരാന്റെ ഹക്ക് പിടിച്ചു പറിക്കുന്നവരല്ല, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പോലും നോമ്പെടുക്കാത്തവരല്ല, സിഗരറ്റ് വലിക്കുന്നവരല്ല, കള്ളു കുടിക്കുന്നവരല്ല. അവരാരാണെന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ അവർ ഈമാനുള്ളവരാണ്, തഖ്വയുള്ളവരാണ്. എല്ലാ ദിവസവും രാത്രിയുടെ 3-ാമത്തെ യാമത്തിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന, അള്ളാഹുവിന്റെ മുന്നിൽ ഒറ്റയ്ക്ക് കരയുന്ന ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ അവൻ അള്ളാഹുവിന്റെ വലിയായേക്കാം. എല്ലാ വഖത്ത് നമസ്കാരത്തിനും കൃത്യമായി പള്ളിയിലേക്ക് എത്തി ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ കണ്ടാൽ അയാൾ ഒരുപക്ഷെ അള്ളാഹുവിന്റെ വലിയായിരിക്കാം. എല്ലാ തിങ്കളാഴ്ചയും
വ്യാഴാഴ്ചയും കൃത്യമായി സുന്നത്ത് നോമ്പെടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഒരു പക്ഷേ അള്ളാഹുവിന്റെ വലിയ ആയിരിക്കാം. അതല്ലാതെ പ്രിയപ്പെട്ടവരെ, ഫർദായ നോമ്പുകൾ പോലും ഒഴിവാക്കി, ഫർദായ നിസ്കാരങ്ങൾക്ക് പോലും പള്ളിയിൽ വരാതെ, കുളിക്കാതെ, നനക്കാതെ, നഖം മുറിക്കാതെ ആകെ ചീഞ്ഞു നാറിക്കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരെ വലിയകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു വലിയ ഫദ്ൽ നൽകിയ, അള്ളാഹു വലിയ ആദരവ് നൽകിയ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരോട് അനാദരവ് കാണിക്കലാണിതെന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി വലിയുകൾക്ക്, ഔലിയാക്കൾക്ക് കറാമത്തുണ്ടോ? ഒരു സംശയവും വേണ്ട. ഔലിയാക്കൾക്ക് കറാമത്തുണ്ട്. കറാമത്തുകൾ അവരിൽ വെളിവായേക്കാം. പരിശുദ്ധരായ സ്വഹാബിമാരുടെ ജീവിതത്തിൽ അത്തരത്തിൽ ഒരുപാട് കറാമത്തുകൾ ഉണ്ടായതായി നമുക്ക് കാണാൻ കഴിയുമെന്നാൽ ഈ ഔലിയാക്കൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം കറാമത്ത് വെളിവാക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. കറാമത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം പരിശുദ്ധ ഖുർആനിലുണ്ട്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവി എന്ന വലിയത്തിന്റെ മുറിയിലേക്ക് കയറുമ്പോ, അവരുടെ മെഹ്റാബിലേക്ക് കയറുമ്പോ അവിടെ യഥാ കാണുകയാണ്, ഫലമ്മാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ. സക്കരിയ നബി മറിയം ബീവിയുടെ മെഹ്റാബിലേക്ക് കയറുമ്പോ അവിടെ യഥാ അജ്ഞാതമായ പഴവർഗ്ഗങ്ങളും അതുപോലെ ഭക്ഷണ സാധനങ്ങളും കാണുകയാണ്. അതിന്റെ തഫ്സീർ നോക്കിയാൽ നമുക്ക് കാണാം, ആ ഒരു സമയത്ത് എവിടെ നിന്നും ലഭിക്കാൻ സാധ്യതയില്ലാത്ത പഴവർഗ്ഗങ്ങളതാ മറിയം ബീവിയുടെ മെഹ്റാബിൽ സുലഭമാണ്. സക്കരിയ നബി അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഖാലയാ മറിയമു അന്നാ ലകി ഹാദാ. മോളെ, നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? നിനക്ക് ഇവിടെ ഭക്ഷണം എത്തിക്കുന്നവൻ ഞാനാണ്, നിന്റെ സംരക്ഷണം ഏറ്റെടുത്തവൻ ഞാനാണ്, എവിടെ നിന്നാണ് നിനക്ക് ഈ ഫലവർഗ്ഗങ്ങൾ കിട്ടിയതെന്ന് ചോദിക്കുമ്പോ മറിയം ബീവിയുടെ മറുപടി എന്താണെന്നറിയുമോ? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഇത് അല്ലാഹ് തന്നതാണ്, പടച്ചോൻ തന്നതാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്കില്ലാതെ കൊടുക്കുന്നു. അവിടെ കണ്ടു സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം കറാമത്ത്. എന്താ സക്കരിയ നബി ചെയ്തത്? സക്കരിയ നബിയുടെ ആ ഒരു സങ്കടം, വലിയൊരു സങ്കടം മനസ്സിൽ വെച്ചുകൊണ്ടാണ് സക്കരിയ നബി നടക്കുന്നത്. എന്താണ് സങ്കടം? സൂറത്തു മറിയമിന്റെ ഏതാനും വചനങ്ങൾ തുടക്കത്തിൽ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ ആ സങ്കടം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. സക്കരിയ നബി ഇങ്ങനെ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, അള്ളാഹു എന്റെ താടി നരച്ചു, മുടിയും നരച്ചു, എല്ലുകൾ ശോഷിച്ചു പോയി, ശരീരം ക്ഷയിച്ചു പോയി. പടച്ചോനെ, വലം ബിദുആഇക റബ്ബി ശഖിയ, എങ്കിലും നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിരാശപ്പെടുന്നില്ല കേട്ടോ, എന്റെ മനസ്സിൽ നിരാശയില്ല. എന്താണ് കാരണം? ഒരു കുട്ടിയെ കിട്ടിയിട്ടില്ല, വയസ്സായിട്ടും ഒരു സന്താന സൗഭാഗ്യം സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിട്ടില്ല. ഈ വേദനയുള്ള ഒരു മനുഷ്യൻ കാണുകയാണ് മറിയം ബീവിയുടെ ഈ വലിയ കറാമത്ത്. എന്താ ചെയ്തത്? മോളെ, നിനക്ക് ഇത്ര വലിയ, മറിയം ബീവിയുടെ വകയിലെ മൂത്താപ്പയാണ് സക്കരിയ നബി. സക്കരിയ നബി എന്താ ചെയ്തത്? മോളെ, നിനക്ക് ഇത്ര നല്ല കറാമത്തുകൾ ഉണ്ടായിട്ട് ഈ മൂത്താപ്പാക്ക് ഒരു കുട്ടിനെ തരാൻ വേണ്ടിയിട്ട് ഒരു കറാമത്തൊന്ന് പ്രയോഗിച്ചൂടെ എന്ന് മറിയം ബീവിയോട് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞോ? സ്വന്തം സംരക്ഷണത്തിലുള്ള കുട്ടിയാണ്. ഇല്ല, സക്കരിയ നബിക്കറിയാം ഈ കറാമത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ലോകത്തിന്റെ രക്ഷിതാവാണ്. അതുകൊണ്ട് സക്കരിയ നബി അതാ അവിടെ വെച്ച് പറയുകയാണ്, ഹുനാലിക ദആ സക്കരിയ, ഹുനാലിക ദആ സക്കരിയ. സക്കരിയ അവിടെ വെച്ച് വിളിക്കുകയാണ്. ആരെയാണ് വിളിക്കുന്നത്? യാ മറിയമേ എന്നല്ല, യാ മറിയമേ എന്നല്ല, മറിച്ച് എന്താണ് അവിടെ വിളിക്കുന്നത്? റബ്ബഹു, അദ്ദേഹത്തിന്റെ രക്ഷിതാവിനെ വിളിക്കുകയാണ്, അല്ലാഹുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ, നിന്റെ ഭാഗത്തു നിന്നുള്ള പരിശുദ്ധമായ ഒരു സന്താനത്തെ നീ എനിക്ക് നൽകണമേ, പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നവനാണ് നീ. എത്ര ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് കാര്യം പ്രിയപ്പെട്ടവരെ. ഒരു കറാമത്ത് നാം കണ്ടു കഴിഞ്ഞാൽ, ഒരു അത്ഭുതം നാം കണ്ടു കഴിഞ്ഞാൽ, അവിടെ നമ്മുടെ കൈകൾ ഉയരേണ്ടത്, നമ്മുടെ കണ്ണുകൾ ഉയരേണ്ടത്, നമ്മുടെ വാക്കുകളും അർത്ഥനകളും പ്രാർത്ഥനകളും ഉയരേണ്ടത് ആ അത്ഭുതത്തിന്റെ യഥാർത്ഥ ഉറവിടമായ, ആ അത്ഭുതത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥനായ ലോകത്തിന്റെ രക്ഷിതാവിന്റെ അടുത്തേക്കാണ്. മമ്പറത്ത് തങ്ങൾക്ക് കറാമത്തുണ്ടെങ്കിൽ ആ കറാമത്ത് വെച്ച് തേടേണ്ടത് മമ്പറത്ത് തങ്ങളോടല്ല, അള്ളാഹുവിനോടാണ്. ആ
കറാമത്തിന്റെ ഉടമസ്ഥനായ പടച്ചവനോടാണ്. മടവൂർ ശൈഖിന് കറാമത്തുണ്ടെങ്കിൽ ആ കറാമത്തിന്റെ ഉടമസ്ഥനായ റബ്ബിനോടാണ് തേടേണ്ടത്. അല്ലാതെ ഈ പറയുന്ന ഔലിയാക്കൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം കറാമത്ത് വെളിവാക്കാൻ സാധ്യമല്ല. കറാമത്തെന്ന് മാത്രമല്ല, പ്രവാചകന്മാർക്ക് അവരുടെ ഇഷ്ടപ്രകാരം മുഅ്ജിസത്ത് പോലും വെളിവാക്കുക സാധ്യമല്ല. അങ്ങനെ വെളിവാക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അള്ളാന്റെ റസൂലിനോട് പറയാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. ഖുൽ നബിയെ പറയുക, എന്താണ് പറയേണ്ടത്? ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. എനിക്കെന്റെ സ്വന്തത്തിന് പോലും, എത്ര അത്ഭുതകരമായ വചനമാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അള്ളാന്റെ റസൂലിനോട് പറയുകയാണ്, എനിക്കെന്റെ സ്വന്തത്തിന് പോലും ചെയ്യാൻ കഴിയുകയില്ല. നഫ്അൻ വലാ ദർറ, ഉപകാരമോ ഉപദ്രവമോ, ഇല്ലാ മാ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ. ولو كنت أعلم الغيب لاستكثرت من الخير وما مسني السوء إن أنا إلا نذير وبشير لقوم يؤمنون. എനിക്ക് അദൃശ്യകാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ എന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ബാധിക്കുമായിരുന്നില്ല. ഞാൻ എന്റെ സ്വന്തത്തിന് വേണ്ടി ഒരുപാട് ഖൈറുകൾ വർദ്ധിപ്പിച്ചേനെ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പറയാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. നോക്ക് പ്രിയപ്പെട്ടവരെ, പ്രവാചകന് പോലും സ്വന്തം ഇഷ്ടത്തിന് അദ്ദേഹത്തിന് വേണ്ടി നന്മയോ തിന്മയോ ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾ നോക്ക്, സൂറത്തു നിസാഇന്റെ അവസാനത്തിൽ അള്ളാഹു പ്രവാചകനോട് പറയുന്ന ഒരു വാക്ക് എന്താ അറിയോ? യസ്അലുക അഹ്ലുൽ കിതാബ്, അഹ്ലുൽ കിതാബ് അങ്ങയോട് ചോദിക്കാണ്. എന്താണ് ചോദിക്കുന്നത്? അൻ തുനസ്സില അലൈഹിം കിതാബൻ മിനസ് സമാ, ആകാശത്തുനിന്ന് ഒരു ഗ്രന്ഥം ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുവരണേ എന്ന് അഹ്ലുൽ കിതാബ് ചോദിക്കാണ്. ജൂതന്മാരും നസ്രാണികളും വന്നിട്ട് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചാ, നീ പ്രവാചകനാണെങ്കിൽ ആകാശത്തിന് ഒരു കിതാബ് ഇങ്ങോട്ട് ഇറക്കി കാണിച്ചതാ, ആകാശത്തിന് ഒരു ഗ്രന്ഥം ഇങ്ങോട്ട് ഇറക്കി കാണിച്ച എന്ന് ജൂതന്മാരും നസ്രാണികളും ചോദിച്ചതാണ്. അള്ളാഹു എന്താ പറഞ്ഞത്? അവര് ചോദിച്ചതല്ലേ, അങ്ങയുടെ മോചിതത്ത് കാരണം അത് കൊണ്ടുവന്ന് കൊടുത്തോ, അത് കാണിച്ചു കൊടുത്തോ എന്നാണ് അള്ളാഹു പറഞ്ഞത്? അല്ല, അള്ളാഹു പറഞ്ഞെന്താ? ഫഖദ് സഅലൂ മൂസാ അക്ബറ മിൻ ദാലിക്. അങ്ങ് സങ്കടപ്പെടേണ്ട, ഇതിനേക്കാൾ വലുത് അവർ മൂസാ നബിയോട് ചോദിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ വലുത് മൂസയോട് ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചത്? അരിനല്ലാഹ ജഹ്റ, പടച്ചോനെ കാണിച്ച, നീ പറയുന്ന പടച്ചോനെ ഇവിടെ കാണിച്ച എന്ന് മൂസാ നബിയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ റസൂലുള്ളാഹിക്ക് ആ ഗ്രന്ഥം അങ്ങോട്ട് ഇറക്കി കൊടുത്താ പോരെ? പ്രവാചകൻ ആ ഗ്രന്ഥം അങ്ങോട്ട് ഇറക്കി കൊടുത്താ പോരെ? 3 പ്രവാചകന്മാർ നാട്ടിലേക്ക് വന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇന്നഹ്നു ഇല്ലാ ബശറും മിസ്ലുക്കും, ഞങ്ങൾ നിങ്ങളെ പോലുള്ള മനുഷ്യന്മാരാണ്. നിങ്ങൾ പറയുന്നത് പോലെ ഈ പറയുന്ന വലിയ വലിയ അത്ഭുതങ്ങളും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാണിച്ചു തരാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് ആ സൂറത്ത് ഇബ്രാഹിം വായിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരോട് പോയിട്ട് ഈ ഭക്ഷണത്തിന്റെ തളിക ഇറക്കി കൊണ്ടുപോവാ, ആകാശത്തിന് കിതാബ് ഇറക്കി കൊണ്ടുപോവാ, സ്വർണ്ണമല കൊണ്ടുപോവാ, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവരിങ്ങനെ ഷട 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 എന്ന് പറഞ്ഞ് കൊടുക്കല്ല ചെയ്തത്. അവരെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ഇതൊന്നും ചെയ്യാൻ സാധ്യമല്ല. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ വെളിവായ വലിയ മുഅ്ജിസത്തുകൾ ഉണ്ടല്ലോ. ഈ മുഅ്ജിസത്തുകളെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. മൂസാ നബി ഇങ്ങനെ ചെങ്കടലിന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നു. പിറകുന്ന ഫിറഔനും പട്ടാളക്കാരും കൊല്ലാൻ വരെയാണ്. ഇപ്പുറത്തുനിന്ന് തന്റെ അനുയായികൾ പറയുന്നു, മൂസ എന്ത് ചെയ്യും, ഇപ്പൊ കൊല്ലപ്പെടും, ഇപ്പൊ പിടിക്കപ്പെടും, ഇന്നല മുതറക്കൂൻ. മൂസാ നബി പറഞ്ഞെന്താണ്? ആരും പേടിക്കണ്ട, ഒറ്റ മിനിറ്റ്, ഞാൻ എന്റെ ഈ വടിയുണ്ടല്ലോ, ഈ വടി കൊണ്ട് കടലിലടിക്കാൻ പോവാണ്. അവരടുത്തെത്തുമ്പോ ഞാൻ ഈ വടി കൊണ്ട് കടലിലടിക്കും. അങ്ങനെ 2 ഭാഗത്ത് തിരമാല മാറി നിൽക്കും, വഴി പ്രത്യക്ഷപ്പെടും, നടക്കുക, അവരും വരും, അവർ കൊല്ലപ്പെടും, നമ്മൾ രക്ഷപ്പെടും. അങ്ങനെയാണ് പറഞ്ഞത്? അല്ല, തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന ആ മഹാമുഅ്ജിസത്ത് എന്താണെന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയില്ല. അദ്ദേഹം പറഞ്ഞു, കല്ലാ ഖാല കല്ലാ ഇന്ന മഇയ റബ്ബീ സയഹ്ദീൻ, എന്റെ രക്ഷിതാവ് എനിക്ക് വഴി കാണിച്ചു തരും, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. നടക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്, മൂസാ നിന്റെ വടി കൊണ്ട് ആ ചെങ്കടലിലേക്ക് അടിക്കുക. അപ്പോഴാണ് മൂസ അടിക്കുന്നത്. അടിക്കുമ്പോ പോലും മൂസാ നബിക്ക് അറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്, എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന്. അടിക്കുന്ന അടിയിൽ പോലും മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയില്ല. അള്ളാഹു കൽപ്പിച്ചു, മൂസാ നബി ചെയ്തപ്പോ എന്തുണ്ടായി? മൂസാ നബി അതാ തന്റെ കൺമുന്നിൽ ലൈവായി കാണുകയാണ് അത്ഭുതം.
ആ സമയത്താണ് മൂസാ നബി തന്നെ അനുയായികൾ കണ്ടതുപോലെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനും മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, വളരെ ലളിതമായ ഒരു ചോദ്യം. അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ, അള്ളാഹുവിന്റെ അമ്രില്ലാതെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 10,000 തവണ ചെങ്കടലിലേക്ക് തന്റെ വടി കൊണ്ടടിച്ചാൽ വടി പ്രത്യക്ഷപ്പെടുമോ? ചെങ്കടലിലേക്ക് തന്റെ വടി കൊണ്ടടിച്ചാൽ തിരമാലകൾ 2 ഭാഗത്തേക്ക് മാറി നിൽക്കുമോ? ഇല്ല. കാരണം അവിടെ വടിയെടുത്ത് അടിക്കുക എന്നത് സബബ് മാത്രമാണ്. കടല് പുലർത്തിയതും വഴിയുണ്ടാക്കി കൊടുത്തതും അള്ളാഹുവാണ്. അള്ളാഹു അവൻ ഉദ്ദേശിച്ചതും ചെയ്യാൻ പറഞ്ഞു, ചെയ്തു, മുഅ്ജിസത്ത് പ്രകടമായി. ഇത് തന്നെയാണ് കറാമത്തിന്റെ വിഷയം. മമ്പറത്ത് തങ്ങളുടെ അടുത്ത് പോയിട്ട് എന്തൊക്കെ സങ്കടങ്ങൾ പറഞ്ഞാലും, എത്ര വലിയ കറാമത്തുള്ള വലിയാണ് നിങ്ങൾ വിശ്വസിച്ചാലും, ആ വലിയുടെ കറാമത്ത് ഇഷ്ടമുള്ള സമയത്ത് പ്രകടിപ്പിച്ച് അതങ്ങോട്ട് നിങ്ങൾക്ക് കാര്യം നടത്തിത്തരാൻ ലോകത്തൊരു വലിയനും സാധ്യമല്ല, ലോകത്തൊരു പ്രവാചകനും സാധ്യമല്ല എന്ന അടിസ്ഥാനപരമായ കാര്യം പ്രിയരെ നിങ്ങൾ മനസ്സിലാക്കുക. എത്ര തൊണ്ടമുട്ടി വിളിച്ചാലും അവർ നിങ്ങളുടെ വിളി കേൾക്കുന്നില്ല, അറിയുന്നില്ല. മാത്രമല്ല, സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വചനം കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു പറയുന്നു, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ആരാണ് വഴിപിഴച്ചു പോയവൻ? ഖിയാമത്ത് നാളെ വരെ ഉത്തരം നൽകാൻ കഴിയാത്ത, അള്ളാഹുവിന് പുറമെയുള്ള മമ്പ്രത്തങ്ങളെ, മടവൂരിതങ്ങളെ, ഉള്ളാളത്തിരങ്ങളെ, അജ്മീർ ഹോജയെ വിളിക്കുന്നവനേക്കാൾ വഴിപിഴച്ചു പോയവൻ ആരാണുള്ളത്? അവരവരുടെ വിളിയിൽ അശ്രദ്ധരാണ് കേട്ടോ. അവർ നിങ്ങളുടെ വിളി കേൾക്കുന്നില്ല, അവർ നിങ്ങളുടെ അർത്ഥനകളോ വേദനകളോ കേൾക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളികൾ നിർമ്മിക്കപ്പെടുന്നത് വന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹ് അള്ളാഹുവിന് പറഞ്ഞ ഒരാളെയും വിളിക്കാതെ. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥാനമെന്നാണ്. സുജൂദ് എന്ന പദത്തിൽ നിന്നാണ് മസ്ജിദ് എന്ന വാക്ക് തന്നെ വരുന്നത്. ആ മസ്ജിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യാനുള്ള, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള, ലോകത്തെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന, മനുഷ്യന്റെ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന, ലോകത്തുള്ള ജീവജാലങ്ങൾക്ക് മുഴുവൻ അന്നം നൽകുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ 7 ആകാശങ്ങളുടെ ജിബ്രീലിന്റെ, മീകായിലിന്റെ, ഇസ്രാഫീലിന്റെ, സകല മലക്കുകളുടെയും സകല അത്ഭുതങ്ങളുടെയും രക്ഷിതാവായ രാജാതിരാജനായ ഖാലിഖുൽ മഖ്ലൂഖായ ജല്ല ജലാലായ റബ്ബിനെ ആരാധിക്കുന്ന ഭവനമാണ് പരിശുദ്ധമായ പള്ളികൾ. അതുകൊണ്ട് ആ പള്ളിക്കുള്ളിൽ ശിർക്ക് ചെയ്തുകൊണ്ട് പള്ളികളെ മലീമസമാക്കരുത് പ്രിയപ്പെട്ടവരെ. ശിർക്ക് എന്ന് പറഞ്ഞാൽ മലിനമാണ്, ശിർക്ക് എന്ന് പറഞ്ഞാൽ നജസാണ്, ശിർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കാലാകാലം നരകത്തിൽ കിടക്കാൻ കാരണമാകുന്ന ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ ശിർക്കിന്റെ ലാഞ്ചന പോലും ഇല്ലാതെ അല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ, വലം യൽബിസൂ ഈമാനഹും ബിദുൽം, അവരുടെ വിശ്വാസത്തിൽ ഒരിക്കലും അവർ ദുൽമ കലർത്തുകയില്ല. ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാകുന്നു നിർമാർഗം പ്രാപിച്ച ആളുകൾ. ഈ ആയത്തിൽ നിന്ന് 2 കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒന്ന്, ഈമാനുള്ളവരിലേക്ക് ശിർക്ക് കടന്നു വരും. റസൂൽ പറഞ്ഞതാണ്, ഈമാൻ ഉള്ളവരിലേക്ക് ശിർക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തത്, ശിർക്ക് കടന്നു വന്നാൽ ഒരിക്കലും നിർഭയത്തുണ്ടാവില്ല. ഒരാൾ പച്ച പുതപ്പ് വെച്ചിട്ട് വീടിന്റെ മുന്നിലോടൊന്ന് ഓടിപ്പോയി കഴിഞ്ഞാൽ ഓന്റെ നിർഭയത്വം പോയി, ഓന്റെ നിർഭയത്വം നഷ്ടപ്പെട്ടു. ഒരു പല്ലി ഒന്ന് ചലച്ചാൽ ഓന്റെ നിർഭയത്വം നഷ്ടപ്പെട്ടു. വീട്ടിന്റെ പുറത്ത് ഒരു മൂങ്ങ കരഞ്ഞാൽ ഓന്റെ നിർഭയത്വം നഷ്ടപ്പെട്ടു. കറുത്ത പൂച്ചയൊന്ന് കുറുകെ ഓടിക്കഴിഞ്ഞാൽ ഓന്റെ നിർഭയത്വം നഷ്ടപ്പെട്ടു. ചെറിയ പ്രാണിക്കും പല്ലിക്കും പൂച്ചക്കും വരെ അവരെ പേടിപ്പിക്കാനും ഭയപ്പെടുത്താനും സാധിക്കും. ആ ഒരു ജീവിതത്തിൽ നിന്ന് കരകയറ്റുക, ഈ ഉമ്മത്തിനെ കരകയറ്റുക എന്ന വലിയ ഉത്തരവാദിത്വം പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും കൈകളിലുണ്ട്. സുന്ദരമായ ആ ഉത്തരവാദിത്വ നിർവഹണം പൂർത്തീകരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, തൗഹീദിന്റെ പ്രഭവകേന്ദ്രമായി നിന്റെ ഈ ഭവനത്തെ നീ ഉയർത്തുകയും വളർത്തുകയും ചെയ്യണം റബ്ബേ. 10,000-കണക്കിന് മനുഷ്യർക്ക് ഈ തൗഹീദിന്റെ വെളിച്ചം കിട്ടുന്ന ആ ഒരു ഭവനമായി ഈ ഭവനത്തെ നീ ഉയർത്തുകയും വളർത്തുകയും ചെയ്യണയല്ല. ഇതിന്റെ പിന്നിൽ പണം മുടക്കിയവർ, വിയർപ്പ് മുടക്കിയവർ, അതുപോലെ തന്നെ സമയം മുടക്കിയവർ റബ്ബേ, അവർക്ക് അർഹമായ പ്രതിഫലം നീ നൽകണയല്ല.
ഖിയാമത്ത് നാൾ വരെ നിന്റെ നാമങ്ങൾ ഉയരുന്ന ഭവനമായി ഈ ഭവനത്തെ നീ നിലനിർത്തുകയും ചെയ്യണേ റബ്ബേ. അതുപോലെ പ്രിയപ്പെട്ട ഒരു കാര്യം ഉണർത്താനുള്ളത്, നിങ്ങളുടെ ഈ ജില്ലയിലാണ് വരും ദിവസങ്ങളിൽ പ്രോഫ്കോൺ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും സജീവമായി ആ പ്രോഫ്കോണിന്റെ പ്രവർത്തനവുമായി ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട്. പ്രൊഫഷണൽ സ്റ്റുഡൻസിനെ അതിലേക്ക് എത്തിക്കേണ്ട ഒരു വലിയ ബാധ്യത നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. കാലം തേടുന്ന വലിയൊരു ആവശ്യകതയാണത് എന്നും തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യത്നങ്ങളെയും പരിശ്രമങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.